നമസ്കാരം. ബംഗ്ലാദേശിലെ നാഷണൽ സിറ്റിസൺ പാർട്ടിക്ക് അവരുടെ മുതിർന്ന സ്ഥാപക നേതാക്കളിൽ നിന്ന് ശകാരം. ഏതെങ്കിലും തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യം ചേരാൻ തീരുമാനിച്ചാൽ 30ഓളം പാർട്ടി സ്ഥാപക നേതാക്കൾ രാജിവെക്കും എന്നാണ് അവരുടെ ഒരു ഭീഷണി. അതായത് ജമാഅത്തെ ഇസ്ലാമി എന്നാൽ അടിമുടി ഒരു ഭീകരവാദ സംഘടനയായി മാറുന്ന അത്തരത്തിലുള്ളൊരു ഭീകരവാദ റിക്രൂട്ടുകളാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടത്തി വരുന്നതെന്നും അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. 1971 വിമോചന കാലത്ത് പാകിസ്ഥാനൊപ്പമായിരുന്നു ജമാഅത്തെ ഇസ്ലാമി നിന്നത്. ബംഗ്ലാദേശ് വിമോചന സമരത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിയ പാർട്ടിയായിരുന്നു അന്ന് ജമാഅത്തെ ഇസ്ലാമി. അതിന് യാതൊരു തരത്തിലുള്ള ജനാധിപത്യ മനോഭാവമില്ല എന്നൊക്കെയുള്ള കുറ്റപ്പെടുത്തലാണ് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ജമാഅത്തെ ഇസ്ലാമി ഇപ്പോഴും നടത്തുന്നത് ഭീകരവാദ പ്രവർത്തനങ്ങൾ തന്നെയാണ്. അതായത് ബംഗ്ലാദേശ് തന്നെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളും ബംഗ്ലാദേശിലുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളും അതോടൊപ്പം തന്നെ മതഭീകര സംഘടനയുമായിട്ടുള്ള ധാരണയിൽ മുന്നോട്ട് പോകുന്ന മതഭീകരവാദ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നാണ് NCPയുടെ ഒരു അഭിപ്രായം. ഇത്തരം സംഘടനകളുമായിട്ട് യാതൊരു രീതിയിലുള്ള ഒരു നീക്കുപോക്കും ധാരണയും ഉണ്ടാകാൻ പാടില്ല. ജമാഅത്തെ ഇസ്ലാമി അവരുടെ ചാരവൃത്തികൾക്ക് വേണ്ടിയിട്ട് വനിതയെ അവരുടെ ഹിതത്തിന് എതിരായിട്ട് തന്നെ അവരെ ഉപയോഗിക്കുന്നു. അവർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വൈമുഖ്യം കാണിച്ചു കഴിഞ്ഞാൽ അവരെ ക്രൂരമായിട്ട് ആക്രമിക്കുകയും അവരെ പല രീതിയിൽ പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതികൾ കൂടി ഇത്തരം ജമാഅത്തെ ഇസ്ലാമി നടപ്പിലാക്കി വരുന്നുണ്ട്. അത്തരം പീഡന അല്ലെങ്കിൽ അത്തരത്തിലുള്ളതുള്ള ഭീഷണികൾ മുഴക്കിക്കൊണ്ടാണ് അത്തരം വനിതകളെ ചാരവൃത്തിക്ക് വേണ്ടിയിട്ട് ജമാഅത്തെ ഇസ്ലാമി ഉപയോഗിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഒരു ലൈംഗിക അടിമ എന്ന രീതിയിൽ തന്നെ പലപ്പോഴായിട്ട് അവർ സ്ത്രീകളെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള പരാതികളും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സംഘടനയുമായി യാതൊരു രീതിയിലുള്ള ഒരു നീക്കുപോക്കോ ചർച്ചയോ ചെയ്യാൻ പാടില്ല. ബംഗ്ലാദേശിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കും ഇന്ത്യക്കെതിരായുള്ള പ്രക്ഷോഭങ്ങളിലേക്കും യഥാർത്ഥത്തിൽ വഴിതിരിച്ചു വിടുന്നത്, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇതിൽ വ്യക്തമായ ഗൂഢാലോചന ജമാഅത്തെ ഇസ്ലാമി നടത്തിയിട്ടുണ്ട്. അതായത് ഇവർ അക്ഷരാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിനെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ക്യാൻസർ ആണെന്നാണ് നാഷണൽ സിറ്റിസൺഷിപ്പ് പാർട്ടി വ്യക്തമാക്കുന്നത്. ഇസ്ലാമുമായിട്ടോ അവരുടെ ചിന്താഗതിയുമായിട്ടോ ഇവർക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ഇവർക്ക് ഏറ്റവും അധികം ബന്ധം വരുന്നത് ഭീകരവാദികളുമായിട്ടാണ്. അത്തരം ഭീകരവാദ നയമാണ് ജമാഅത്തെ ഇസ്ലാമി പിന്തുടരുന്നത്. മുസ്ലിം ബ്രദർഹുഡിന് സമാനമായ രീതിയിലുള്ള മൗദൂദിയുടെ ഒരു പ്രസ്ഥാനം ഈ രീതിയിൽ മാത്രമല്ലേ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ അത്തരത്തിൽ ഒരു ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൽ മുന്നോട്ട് പോകാൻ പാടില്ല. അവരുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും പാടില്ല എന്നുള്ളതാണ് നാഷണൽ സിറ്റിസൺഷിപ്പ് പാർട്ടി പറയുന്നത്. ഇന്ത്യ വിരുദ്ധമായ പ്രക്ഷോഭങ്ങൾ നടത്തുകയും പാകിസ്ഥാനുമായി ചേർന്നുകൊണ്ട് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടക്കുകയും ബംഗ്ലാദേശിൻ്റെ നടത്തുന്ന ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾക്കും ഇവരാണ് ഏറ്റവും അധികം കാരണം. അങ്ങനെ ഇന്ത്യയെ ബംഗ്ലാദേശിൻ്റെ വെറുപ്പുളവാക്കുന്ന രീതിയിൽ ഇന്ത്യയെ ഒരു ശത്രുവാക്കി മാറ്റുന്ന തരത്തിൽ ഏറ്റവും അധികം സംഭാവന ചെയ്തത് ജമാഅത്തെ ഇസ്ലാമിയാണ്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിൻ്റെതായിട്ടുള്ള ദൈനംദിനമായിട്ട് ബംഗ്ലാദേശ് മുന്നോട്ട് പോകുന്നതിന് വലിയ തടസ്സമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗമായിട്ട് ഇപ്പോഴത്തെ പ്രശ്നങ്ങളിലൂടെ ഉണ്ടാകുന്നത്. അതായത് ബംഗ്ലാദേശിനെ ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ തടസ്സപ്പെടുത്തൊരു നയം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗമായിട്ടുണ്ടായി. അങ്ങനെ ആ പ്രശ്നമാണ് പിന്നീട് വലിയ പ്രക്ഷോഭങ്ങളിലേക്കും അത് മറ്റൊരു സംഘടന ഏറ്റെടുക്കുകയും ഇൻക്ലാബ് മഞ്ച് ഇൻക്ലാബ് മഞ്ച് പിന്നീട് തുടർന്ന് അതായത് അതിനുള്ള വെടിമരുന്നിട്ടത് പോലും ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നുള്ളതാണ് നാഷണൽ സിറ്റിസൺ പാർട്ടി പറഞ്ഞു വയ്ക്കുന്നത്. അതായത് വലിയ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ, വലിയ പ്രശ്നത്തിലാണ് ബംഗ്ലാദേശ് ഇപ്പോൾ നിലനിന്ന് പോകുന്നത്. അതായത് ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സൗജന്യം അവർക്ക് ലഭിച്ചിരുന്ന ഇന്ത്യയാണ് അവർക്ക് ഏറ്റവും അധികം സഹായം എത്തിക്കുന്നത്. അവരുടെ റേഷനായാലും എല്ലാ മേഖലയും ഭാരതത്തിൽ നിന്നുള്ളൊരു സഹായം ലഭ്യമായില്ല എങ്കിൽ ബംഗ്ലാദേശിന് പിടിച്ചു നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവിടെ ഇന്ത്യയിൽ നിന്ന് അരി എത്തിയില്ലെങ്കിൽ ബംഗ്ലാദേശിന് പിടിച്ചു നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട മേഖലയായ ടെക്സ്റ്റൈൽ വ്യവസായം മുന്നോട്ട് പോകണമെങ്കിൽ ഇന്ത്യയുടെ സഹായം ആവശ്യമാണ്. ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശിൻ്റെ അതിർത്തി പങ്കിടുന്ന രാജ്യം. അത്തരത്തിലുള്ളൊരു രാജ്യത്തിനെതിരെയാണ് അവർ ഈ രീതിയിലുള്ള ഒരു തീവ്രവാദ നയം വെച്ച് പുലർത്തുന്നത്. അതിന് ഏറ്റവും അധികം വലിയ കാരണം ബംഗ്ലാദേശിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നുള്ളതാണ് അവരുടെ
കണ്ടെത്തൽ. എന്തായാലും ഈ രീതിയിൽ ബംഗ്ലാദേശ് മുന്നോട്ട് പോയാൽ ബംഗ്ലാദേശിനെ അതിജീവിക്കാൻ വലിയ പ്രയാസമാണ്. ഇനിയും ജനാധിപത്യത്തിലേക്ക് ബംഗ്ലാദേശ് തിരിച്ചു വരണമെങ്കിൽ വലിയ കാലം തന്നെ എടുക്കും എന്നുള്ളത് ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.